ഹേ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുതലിനെ കണ്ണൂരാക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ണൂർ അമ്മേൻ്റെ ചേച്ചീൻ്റെ വീടാണ്. അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോയത്. നമ്മൾ ആദ്യം ബസ്സിന് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ബസ്സൊക്കെ എന്തോ ബ്ലോക്കാണെന്നോ തിരിച്ച് വരാൻ ലേറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ട്രെയിനിൽ പെട്ടെന്ന് പോയി. അങ്ങനെ നമ്മൾ കണ്ണൂരെത്തി. നമ്മൾ അവിടുന്ന് തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ളൊരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അവിടെ കയറി. നമ്മൾ വെറൈറ്റി ആയിട്ടാണ് ഓർഡർ ചെയ്തത്. അമ്മ കിഴി പൊറോട്ട, പിന്നെ ഉണ്ണിക്ക് ഒരു ക്വാർട്ടർ മന്തി, ഞാൻ ഒരു പ്രോൺസിൻ്റെ എന്താ പറയുക ഫ്രൈഡ് റൈസും ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ മന്തി കുറച്ച് കഴിച്ചു. പിന്നെ പൊറോട്ടയും പൊറോട്ട പക്ഷേ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ടൊരു ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ കുഴപ്പമില്ലായിരുന്നു, കഴിക്കാം അത്രയേ ഉള്ളൂ. പിന്നെ പ്രോൺസിൻ്റെ ആ ഒരു ഫ്രൈഡ് റൈസും അതിൽ ചെമ്മീൻ്റെ വലുപ്പമൊക്കെ കാണുന്ന ഒരു മാക്സിമം ചെറുതാക്കി അരിഞ്ഞൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അമ്മയ്ക്കും ഉണ്ണിക്കും ഇഷ്ടമായി. അത് രണ്ടും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മന്തിയും കഴിഞ്ഞു, എന്താ പറയുക ഫ്രൈഡ് റൈസും കഴിഞ്ഞ വഴി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാലും കുറച്ച് കഴിച്ചു. അവസാനം നമ്മളൊരു മിൻറ്റ് ലൈമും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പണ്ടൊന്നും ഞാൻ ഈ മിൻറ്റ് ലൈം അത്ര എന്താ പറയുക കഴിക്കാൻ എനിക്ക് അത്ര വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓക്കെയാണ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇത് ഐഷുവിൻ്റെ ടീഷർട്ടാണ്. ഞാൻ ഇതിട്ട് പോയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അഴിച്ചിട്ടിട്ട് വരാമല്ലോ, അപ്പോൾ അത്രയാണ്. പിന്നെ അവിടെ കണ്ട 3 കസ്റ്റമൈസ്ഡ് കേക്കാണ് കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ വീഡിയോ എടുത്തു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് നേരെ ബസ് കയറി ഇരിക്കൂർ എത്തി. ഇരിക്കൂർ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ വിളിച്ച് പോകാനുള്ള ദൂരമേ ഉള്ളൂ അവരുടെ വീട്ടിലേക്ക്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. നമ്മൾ വീട്ടിലെത്തിയ സമയത്ത് ആരും ഇല്ലായിരുന്നു, അമ്മച്ചൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം വലിയമ്മയ്ക്കൊക്കെ വർക്ക് മേക്കപ്പിൻ്റെ വർക്ക് ഉള്ളതിനോണ്ട് പോയി വരുമായിരുന്നു. ഇത് നാട്ടിൽ നിന്ന് വരുമ്പോൾ വാങ്ങിയ ഡയറി മിൽക്കാണ്. വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഉരുകി അങ്ങ് ഇല്ലാണ്ടായി. പിന്നെ അതങ്ങ് കുടിച്ചു, അത്രേ കഴിച്ചു എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മളവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വരുമ്പോൾ ചായക്കുള്ള സ്നാക്സൊക്കെ കൊണ്ടുവന്നിട്ടാണ് നമ്മളതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്തോ ഇരുന്ന് നിറച്ചതായിരുന്നു. ഇത് കഴിച്ചതിൻ്റെ എക്സ്പ്രഷൻ അല്ല, അത് ഐഷുവിനെന്തോ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവളോട് ഇഷ്ടമായില്ലേ എന്ന് ചോദിച്ച എക്സ്പ്രഷനാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.